ഹലോ ഡിയേഴ്സ് മക്കളെ, അങ്ങനെ നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് പോകാൻ പോവാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇനി ഹൈസ്കൂളാണ്. നമ്മൾ വലിയ കുട്ടികളാവാണ്. ഈ വലിയ കുട്ടികളാവുന്നതോട് കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ഇനി വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സിലും തമ്മിൽ എന്താണ് മാറ്റമുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ആദ്യം തന്നെ പറയാണ്, നിങ്ങളുടെ സിലബസ് പ്രകാരം നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇത്രയും കാലം ആക്ടിവിറ്റി ആയിട്ട് അല്ലെ 6 ആക്ടിവിറ്റി ആയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതിയിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല. 40 മാർക്കിൻ്റെ 10ഉം 18ഉം 19 ചോദ്യങ്ങളാണ് ഇനി നിങ്ങൾ ഒരൊറ്റ എക്സാമിൽ എഴുതി തീർക്കാൻ പോകുന്നത്. 40 മാർക്കിനാണ് പരീക്ഷ. മലയാളമൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം അല്ലെ. 7 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയൊക്കെ എസ്സേ നിങ്ങൾക്ക് വരും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ടാകും. പക്ഷെ നിങ്ങൾ സൂപ്പറാക്കി എഴുതും. അക്കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ കണ്ടന്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരട്ടിയുടെ ഇരട്ടി എന്നൊക്കെ പറയാം. നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളാണ് നമുക്കിനി നമ്മളുടെ 8ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സബ്ജക്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സബ്ജക്റ്റുകൾ ഇനി ഇഷ്ടം പോലെ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ബേസിക് സയൻസ് നമ്മൾ 3ആയിട്ട് ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഫിസിക്സിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും കറണ്ടിനെ കുറിച്ച്, വോൾട്ടേജ്, അതുപോലെ തന്നെ നമ്മളുടെ മാഗ്നറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കും. അതൊരു ബുക്ക്. അത് നിങ്ങൾക്ക് എടുക്കുക ഒരു ടീച്ചറായിരിക്കും. ഇനി നിങ്ങൾക്ക് കെമിസ്ട്രി എടുക്കുക മറ്റൊരു ടീച്ചറായിരിക്കും. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ആസിഡ്, ബേസ്, അതുപോലെ തന്നെ പദാർത്ഥങ്ങൾ, ഇവയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുക. ഇനി ബയോളജി ആകുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും. ചെടികളെ കുറിച്ചിട്ടും മൃഗങ്ങളെ കുറിച്ചിട്ടും മനുഷ്യരെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ബയോളജി എന്ന് പറയുന്നത്. 3ഉം ഭയങ്കര രസകരമാണ്. പക്ഷേ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. അത് മാത്രമല്ല, മാത്സിൽ പണ്ടൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിവിഷനും സബ്സ്ട്രാക്ഷനും അഡീഷനൊക്കെ അറിയെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചെടുക്കാമായിരുന്നു അല്ലേ. പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അതായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾക്ക് അതേ അല്ല മക്കളെ, ഒരുപാട് കാര്യങ്ങൾ, സ്ക്വയേഴ്സ്, ട്രയാങ്കിൾസ്, അങ്ങനെ ഇഷ്ടം പോലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വരാൻ പോവാണ്. അത് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരാൻ നിങ്ങൾക്കത് പഠിക്കാനും പറ്റും. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ അറിയിക്കുക മാത്രമാണ് കേട്ടോ. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമാണ്, 8ാം ക്ലാസ്സിൽ നിങ്ങളെ ഒരു അടിപൊളി എക്സാം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ നിങ്ങൾ USS എക്സാം എഴുതി, അത് ഇഷ്ടം പോലെ കുട്ടികൾ ക്വാളിഫൈ ചെയ്യും. എല്ലാ കാര്യവും നമുക്കറിയാം. എന്നാൽ നമ്മുടെ 8ാം ക്ലാസ്സിൽ ഒരു സൂപ്പർ എക്സാം, അതായത് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പിൻ്റെ തുക കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോകും. 48,000 രൂപയാണ് നിങ്ങൾക്ക് അതിൽ എമൗണ്ട് ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. ഒരു അടിപൊളി എക്സാമാണ് NMS എക്സാം എന്ന് പറയും. അപ്പോൾ ഈ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അവിടെ നിങ്ങളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതേ സംഭവങ്ങൾ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ എക്സാം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാലം നിങ്ങളെ സ്കൂളുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിരുന്ന നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങളങ്ങനെ കുഞ്ഞു കുട്ടികളായിട്ട് പാമ്പർ ചെയ്തിട്ടല്ലേ, മോളെ, മോനെ, കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഇനി ആ ഒരു എന്താ പറയുക, ആ ഒരു ചെറിയൊരു ലാളിത്യം നിങ്ങൾക്ക് മിസ്സാകും 8ാം ക്ലാസ്സിലെത്തുമ്പോൾ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വലിയ കുട്ടികളായി. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സും ഹൈസ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും. ഒരു വലിയ വലിയ ആൾക്കാരെ കാണുന്ന, വലിയ വലിയ കുട്ടികളെ കാണുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗൗരവത്തിലായിരിക്കും നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും 7ാം ക്ലാസ്സിൽ നിന്നോ. മക്കളെ, പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ സൂപ്പർ ബാച്ചായിട്ടുള്ള നമ്മുടെ യോദ്ധാ ബാച്ചിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. തികച്ചും നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴും അല്ലേ, നമ്മുടെ സബ്സ്ട്രാക്ഷൻ, അഡീഷൻ, അല്ലെ ഗുണിക്കലും ഹരിക്കലൊന്നും അറിയാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ വിചാരിക്കും ക്ലാസ് എടുക്കും അതൊക്കെ ഒന്ന് സെറ്റാക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി നമുക്ക് ക്ലാസ് എടുക്കും അതൊന്നും സെറ്റാക്കി തരാൻ ടീച്ചേഴ്സ് നിൽക്കില്ല. കാരണം അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതറിയാത്തൊരു കുട്ടിക്ക് ഒരിക്കലും വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഞാൻ പറയുന്ന യോദ്ധാ ബാച്ചിൽ നമ്മൾ ബേസിക്സിൻ്റെ ക്ലാസ്സും കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിന് ശേഷം മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിപ്പിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ യോദ്ധാ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുക. പക്ഷേ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ബേസിക്സ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ക്ലാസ്സിലേക്ക് പോകാൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നമ്മുടെ ബാച്ചിൽ കാണാം.